പോർച്ചുഗലിന്റെ ഫ്ലെക്സ് വെക്കാൻ വേണ്ടിട്ട് 5000 രൂപ ചോദിച്ചു പോകാൻ പറയാ തോക്കാൻ പോകുന്ന ടീമിന് എന്തിനാണ് ഫ്ലെക്സ്? കാരണം സ്പെയിനാണ്. ഇൻസ്റ്റയിൽ ഇപ്പൊ മുഴുവന് ഫ്ലെക്സിന്റെ വീഡിയോസ് മാത്രം. 100 അടിയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ 400 അടി വരെ എത്തി. നമ്മള് റൂമിന്റെ തായം ഫ്ലെക്സ് വെക്കുന്നുണ്ടെന്ന് കേട്ടപ്പം അങ്ങോട്ടേക്ക് കാണാൻ പോയതാ. അവിടെ എത്തുന്നവരെ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ടീമിന്റെ ഫ്ലെക്സ് ഇരിക്കും. അവിടെ എത്തിയപ്പം അർജന്റീനന്റെയും ബ്രസീലിന്റെയും ഫ്ലെക്സ് ഉണ്ട്. എന്തുകൊണ്ട് ഒരു പോർച്ചുഗലിന്റെ ഫ്ലെക്സ് വെച്ചില്ല? ഇതിനെ പറ്റിച്ച് ഞാൻ എന്റെ കെട്ടിയോനോട് ചോദിച്ചപ്പം ഓന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ സ്പെയിനിന്റെ ഫ്ലെക്സ് വെക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ആളങ്കബലം കുറവായതുകൊണ്ട് വെച്ചില്ല. അല്ലെങ്കിൽ വേൾഡ് കപ്പ് തുടങ്ങാനായപ്പം ഓനെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ജെനുവിന് ഓന്റെ ഭാഗത്തേക്ക് തിരിക്കാനുള്ള പല ശ്രമങ്ങളും ഞാൻ കാണുന്നുണ്ട്. നമ്മളിവിടെ കാര്യമായിട്ട് ടീമിനെ പറ്റി സംസാരിച്ചുകൊടുക്കും. ആശാന്റെ ഡൗട്ട് എന്താ ആരും അവിടെ ഫുട്ബോൾ കളിക്കാത്തതെന്നിരുന്നു. ഓ വിചാരിച്ച അവിടെ ഓനെ ടൂർണമെന്റ് കാണാൻ കൊണ്ടുപോയതാ. ഇവിടെ ഇപ്പൊ ഫുട്ബോൾ കളിയൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ പറയാ എന്നാ ക്രിക്കറ്റ് കളിക്കാൻ പറയും. കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓൻ തന്നെ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നതായപ്പോ നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് വന്നു. തിരിച്ചു വരുന്നതായിരിക്കും മുഴുവൻ എന്റെ സംശയം എന്തായിരിക്കും എന്നാലും ഒരു പോർച്ചുഗലിന്റെ ഫ്ലെക്സ് വെക്കാത്തതെന്നായിരുന്നു. ഇനിയിപ്പോ ഒരു ഫ്ലെക്സ് വെച്ചാൽ വെച്ചിട്ടില്ലെങ്കിലും ഈ വേൾഡ് കപ്പ് നമ്മൾ അല്ലാതെ തന്നെ നോക്കും, അത് ഉറപ്പാണ്. ഈ ഫ്ലെക്സിലേക്ക് ഇപ്പൊ ഇത്ര വലിയ കാര്യം ധരിക്കുന്നല്ലേ. അപ്പൊ തന്നെ നാളെ കാണാം. പിന്നെ ഇഷ്ടമായ ഫോളോയിലേക്ക് മറക്കല്ലോ കേട്ടോ. ബൈ.